Hello friends, welcome to my channel. ഇന്ന് നമ്മൾ കിച്ചണിൽ ചട്ടിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മത്തി നമ്മുടെ നാടൻ സാധാരണക്കാരുടെ മീൻ അല്ലേ മത്തിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചട്ടിച്ചോറ് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട വിഭവങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ മത്തി എനിക്കിവിടെ കുഞ്ഞൻ മത്തിയാണ് കിട്ടിയുള്ളത്. അത് ചെറുതായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തു. നന്നായിട്ടൊന്ന് വറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മൾ പരിപ്പും വെള്ളരിക്കയും കൂടെ ഒരു വെജിറ്റബിൾ കറി തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ കടുമാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കല്ലിലരച്ച ചമ്മന്തി, തേങ്ങ അരച്ച ചമ്മന്തി അരകല്ലിലിട്ട് അരച്ചത്. പിന്നെ 2 പപ്പടം ചുട്ടെടുത്തു. പിന്നെ പയറ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചെറുപയർ കൊണ്ടും ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. തൈരുണ്ട്. പിന്നെ നമ്മളുടെ മത്തി കുറച്ചെടുത്ത് വറ്റിക്കുകയും ചെയ്തു. കുറച്ചെടുത്ത് നമ്മൾ മസാല തേച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ചട്ടിയിലേക്ക് നമ്മൾ ചട്ടിച്ചോറിന് വേണ്ട ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെയറായിട്ട് ഒരു കോരി ചോറ് നമുക്ക് വേണ്ട അത്രയും ചോറ് എടുക്കുക. പിന്നെ നമ്മളുടെ ഈ കറി ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു കോരി ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചക്കറികൾ ഇപ്പം നമ്മളുടെ വെള്ളരിക്ക കറി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വിഭവങ്ങളെല്ലാം നമ്മൾ ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു കറി തന്നെയാണ് കേട്ടോ. നമ്മളുടെ മത്തി വറ്റിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ ഓരോ ലെയറായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മത്തി വറ്റിക്കാൻ പണിയൊന്നുമില്ല. നമ്മൾ എല്ലാ മസാലകളും ചേർത്ത് ചെറുതീയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. അതെല്ലാം നമ്മളിപ്പോൾ ഒരു കോരി ചോറിട്ടു ചട്ടിയിൽ. എന്നിട്ട് ഈ മത്തി വറ്റിച്ചത് നിരത്തി കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത് നമുക്ക് ചട്ടിച്ചോറ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്ന് മോർണിംഗിൽ 10 മണിക്ക് നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ മത്തി വറ്റിച്ചത് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോരി ചോറ് കൂടെ മേലിട്ട് കൊടുക്കാം. ഇതിന് മേലെയായിട്ട് നമ്മൾ ഒരു കോരി ചോറൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മളുടെ വെജിറ്റബിൾ കറി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കുക. അങ്ങനെ ലെയർ ഇട്ടതിന് ശേഷം മേലെ ബാക്കിയുള്ള മത്തിയെല്ലാം നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള എല്ലാം ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഏത് മീൻ നമുക്ക് കിട്ടുന്നു അതായിട്ട് ചെയ്യാം. പക്ഷേ പണ്ട് കാലങ്ങളിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നത് മത്തിയായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ആ മത്തി വെച്ച് തന്നെയാണ് ചെയ്യാൻ നല്ലത്. അപ്പോൾ തൈരുണ്ടെങ്കിൽ കട്ട തൈര് ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പയറുപ്പേരി, ചെറുപയർ തോരനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ ചെറുപയർ ഉപ്പേരി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊരു ഭാഗത്ത്. പിന്നെ നമ്മളുടെ കടുമാങ്ങ, ഒരു രക്ഷയില്ല. കടുമാങ്ങ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ. പിന്നെ നമ്മുടെ മത്തി വറുത്തത്, മത്തി ഫ്രൈ, അതും ഒരു ഭാഗത്ത് വയ്ക്കാം. ഇനി മേലെ കുറച്ചുകൂടെ ഒരു കോരി ഫുള്ളായിട്ടില്ല, കുറച്ച് ചോറൊന്ന് നിരത്തി വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചുട്ട പപ്പടം മസ്റ്റാണ് കേട്ടോ. കനലിലിട്ട് ചുട്ട തന്നെ വേണം. ഇനി മേലെ നമ്മുടെ ബാക്കിയുള്ള മത്തി വറ്റിച്ചതും കൂടെ നിരത്തി വെച്ച് കൊടുക്കുക. മാങ്ങ ഇട്ടിട്ട്, നമ്മുടെ നാടൻ മാങ്ങ ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ള മത്തിയാണ് കേട്ടോ. മാങ്ങ ഇട്ട് വറ്റിച്ച മത്തി. അപ്പോൾ അതിൽ കാണാൻ പറ്റും മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കണ്ടില്ലേ, നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൈ അങ്ങോട്ട് കഴുകുക. ഓരോ ഭാഗത്ത് നിന്നും എടുത്ത് ഇങ്ങനെ അടിയിലേക്ക് പോകണം കേട്ടോ. ആ അടിഭാഗത്താണ് നമ്മൾ ഓരോ ലെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെടുത്താണ്ട് കുഴച്ച് കടുമാങ്ങയും കൂട്ടി കടിച്ചൊക്കെ കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബായ്.